മുഖ്യമന്ത്രി ചർച്ചകളിൽ കെ.സി. വേണുഗോപാലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്കെതിരെ കനത്ത പ്രതിഷേധം. നിയുക്ത എംഎൽഎയുടെ റോഡ് ഷോകൾ താൽക്കാലികമായി റദ്ദാക്കിയതിന് പിന്നാലെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അംഗങ്ങളായിരുന്ന UDF തൃക്കരിപ്പൂർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പും പിരിച്ചുവിട്ടു. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേർന്നുകൊണ്ട് നമുക്കൊപ്പം തത്സമയം. രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ MLA-മാരുടെ തലയെണ്ണാൻ വന്ന AICC നിരീക്ഷകർക്ക് മുന്നിൽ എഴുതിക്കൊടുത്ത ആ പേപ്പറിൽ സന്ദീപ് വാര്യർ ടിക്കിട്ടിരുന്നത് കെ.സി. വേണുഗോപാലിന് നേരെയായിരുന്നു. അതാണ് ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമായതും അതിനുശേഷമാണ് പിന്നീട് ചർച്ചകൾ വന്നതും. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ മറ്റൊരു മുന്നണിയുടെ ഭാഗമായിരുന്ന സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൽ, UDF-ലേക്ക് കൊണ്ടുവരുന്നതിൽ VD സതീശൻ വഹിച്ച പങ്കൊക്കെ ഏറെ വലുതായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും സന്ദീപ് വാര്യരുടെ പ്രസംഗങ്ങളിലും ഒക്കെയും ഈ കാര്യങ്ങളൊക്കെ വെളിവാക്കുന്ന രീതിയിൽ രണ്ടുപേരും പ്രസ്താവനകളൊക്കെ നടത്തിയതാണ്. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ മുന്നണിയിൽ കൊണ്ടുവന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വക്താവിൻ്റെ സ്ഥാനം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് MLA ആയി സീറ്റ് കൊടുത്തു. MLA ആയിട്ട് മത്സരിച്ചു, വിജയിച്ചു. അവിടെ VD സതീശനും പണിയെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനൊക്കെ ശേഷം മുഖ്യമന്ത്രി ആര് എന്ന കാര്യം ചോദിക്കുമ്പോൾ ഈ സന്ദീപ് വാര്യരുടെ പിന്തുണ പോകുന്നത് KC-യിലേക്കാണ്. സ്വാഭാവികമായിട്ടും അണികൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. എന്താണ് തൃക്കരിപ്പൂരിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ? അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? സേതു, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. കാരണം ഇടത് കോട്ട അട്ടിമറിച്ച സന്ദീപിനെ ഏറെ സന്തോഷത്തോടെയാണ് തൃക്കരിപ്പൂർ ഇപ്പോൾ ആഘോഷിച്ച് നടന്നത്. ഒരു വർഷങ്ങൾക്ക് ശേഷം LDF കോട്ട തകർത്ത ഒരു നിയുക്ത MLA എന്ന നിലയിൽ തന്നെയാണ് സന്ദീപിൻ്റെ വിജയാഘോഷങ്ങൾ UDF പ്രവർത്തകർ നടത്തിയത്. പക്ഷേ നമുക്കറിയാം, ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ കെ.സി. വേണുഗോപാലിന് അനുകൂലമായ നിലപാട് സന്ദീപ് സ്വീകരിച്ചു എന്ന് തന്നെയാണ് അണികളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ പ്രത്യേകിച്ച് ലീഗ് അണികളിൽ വലിയ പ്രതിഷേധമുണ്ട്. കാരണം മുസ്ലിം ലീഗായിരുന്നു ഏറെ സന്തോഷത്തോടെ സന്ദീപിനെ ആ മണ്ഡലത്തിൽ സ്വീകരിച്ചത്. മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെക്കാളും ഒരുപക്ഷെ ഏറെ മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു അവരുടെ പ്രവർത്തനവും. ആ പ്രവർത്തനത്തിന് വിജയമുണ്ടായി, വലിയ അട്ടിമറി ഉണ്ടായി. കേരളത്തിലെ മറ്റ് വിജയങ്ങളെക്കാൾ തിളക്കമുള്ളതായി UDF തന്നെ വിലയിരുത്തിയത് തൃക്കരിപ്പൂരിലെ സന്ദീപിൻ്റെ വിജയമായിരുന്നു. അത്തരത്തിലൊക്കെയുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് എത്തിയപ്പോൾ, ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ KC-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതാണ് അണികളെ പ്രകോപിപ്പിച്ചത്. കാരണം VD സതീശനൊക്കെ തന്നെ വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ ഒരുപാട് ഇടപെടൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ നടത്തിയ സന്ദീപിനെ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും പിന്തുണച്ച ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല സന്ദീപ് എന്ന പ്രകോപനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അണികൾക്കിടയിൽ ഉണ്ടായിരുന്നതാലും UDF തൃക്കരിപ്പൂർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ പ്രതിഷേധം കടുത്തതിനെ തുടർന്നാണ് ആ വാട്സപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, പ്രാദേശികമായ ചില സ്വീകരണങ്ങളൊക്കെ തന്നെ തുടരാൻ തീരുമാനിച്ചിരുന്നു. അതൊക്കെ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പദത്തെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനമുണ്ടായ ശേഷമായിരിക്കും അതിനെക്കുറിച്ചൊക്കെ UDF തീരുമാനിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അത് അതിര് കടക്കുന്നൊരു സാഹചര്യത്തിലാണ് തൃക്കരിപ്പൂർ UDF കൂട്ടായ്മ എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിടേണ്ട സാഹചര്യത്തിലേക്ക് വന്നത്. വലിയ പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മറ്റു പല നേതാക്കന്മാർക്കും ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. സന്ദീപ് വാര്യരെ വലിയ തോതിൽ സ്വീകരിച്ച UDF-ന്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി ഇറങ്ങുന്നു. പിന്തുണയെ ചൊല്ലി തൃക്കരിപ്പൂരിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.